ഹലോ എവ്രി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ സെഷനിൽ നമ്മൾ S4 EC സ്റ്റുഡൻസിന്റെ അനലോഗ് സർക്യൂട്ട്സിന്റെ മോഡ്യൂൾ 5 ക്രോസ് ഓവർ ഡിസ്ട്രോഷൻ ഒരു ടോപ്പിക് ഉണ്ട്. പവർ ആംപ്ലിഫയറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ക്രോസ് ഓവർ ഡിസ്ട്രോഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് യു മീൻ ബൈ ക്രോസ് ഓവർ ഡിസ്ട്രോഷൻ, ഹൗ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്, what is crossover distortion, how it can overcome, and what compromise do we make in power amplifier performance, how to eliminate crossover distortion in class B amplifier. ഇത് കുറച്ച് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും പവർ ആംപ്ലിഫയറിൽ നിന്ന് ക്രോസ് ഓവർ ഡിസ്ട്രോഷൻ ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ മോഡ്യൂൾ 5 പവർ ആംപ്ലിഫയറിന്റെ ക്ലാസിഫിക്കേഷൻ അതുപോലെ കമ്പാരിസൺ ബേസ്ഡ് ഓൺ എഫിഷ്യൻസി ആൻഡ് ഡിസ്റ്റോർഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കാം, അതൊന്ന് വാച്ച് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ആണ്. അത് ഏത് ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയറിലാണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ വരുന്നത്, ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്താണ്, എങ്ങനെയാണ് ആ ഒരു ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ നമ്മൾ ഓവർകം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ക്ലാസ് ബി പവർ ആംപ്ലിഫയർ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്ത് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് കട്ട് ഓഫിലാണ് നമ്മൾ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ട്രാൻസിസ്റ്ററിന്റെ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ DC ലോഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഈ ക്ലാസ് ബി ആംപ്ലിഫയറിന്റെ കേസിൽ ഈ ഒരു പോയിന്റ് ആണ് കട്ട് ഓഫിലാണ് വരുന്നത് നമ്മളുടെ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് സൈക്കിൾ ആയിരിക്കും എൻ്റെ കണ്ടക്ഷൻ ആംഗിൾ വരുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കട്ട് ഓഫിൽ നമ്മൾ പവർ ക്ലാസ് ബി ആംപ്ലിഫയർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പം ടു എൻഷുർ 360 ഓപ്പറേഷൻ എ ക്ലാസ് ബി ഷുഡ് ബി ഓപ്പറേറ്റഡ് ഇൻ പുഷ് പുൾ മോഡ്. ഓക്കെ, അപ്പം ക്ലാസ് ബി ആംപ്ലിഫയറിന്റെ ആക്റ്റീവ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DC ലോഡ് ലൈനിന്റെ കട്ട് ഓഫിലാണ് ക്യൂ പോയിന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടക്ഷൻ ആംഗിൾ നമ്മൾ കണ്ടതാണ് 180 ആണ് അതിന്റെ കണ്ടക്ഷൻ ആംഗിൾ വരുന്നത്. അപ്പൊ നമുക്ക് ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അതിന്റെ ഓപ്പറേഷൻ ഇതുപോലെ ഫുൾ സൈക്കിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് ബി ആംപ്ലിഫയറിനെ നമ്മൾ ക്ലാസ് ബി പുഷ് പുൾ കോൺഫിഗറേഷനിൽ നമ്മൾ യൂസ് ചെയ്യും. ഈ പുഷ് പുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആക്റ്റീവ് ഡിവൈസസ് കാണും. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ഒരെണ്ണം പുഷ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ട്രാൻസിസ്റ്റർ പുൾ ചെയ്യും. അങ്ങനെയാണ് ഇതിന് ഈ പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് നെയിം വന്നത്. ഓക്കെ, വൺ ഓഫ് ദ ട്രാൻസിസ്റ്റേഴ്സ് പുഷ് ദ കറണ്ട് ഇൻ വൺ ഡയറക്ഷൻ വൈൽ ദ അതർ പുൾസ് ദ കറണ്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിന്റെ മീനിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, Q1 Q2 എന്ന് പറയുന്നത്. ഈ പുഷ് പുൾ കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ if one transistor works in positive half cycle while the other works in negative half cycle. സൈമൾട്ടേനിയസ് ആയിട്ട് ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് വർക്ക് ചെയ്യത്തില്ല. ഒരെണ്ണം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. അഗെയിൻ സെക്കൻഡ് ഓൺ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ ഓഫ് ആവും. ഇതിനെയാണ് പുഷ് ആൻഡ് പുൾ എന്നുള്ള ഓപ്പറേഷൻ വെച്ചിട്ട് ഈ ക്ലാസ് ബി ആംപ്ലിഫയറിനെ നമ്മൾ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അത് പുഷ് പുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന റീസൺ എന്താണ്? ഈ 360 കണ്ടക്ഷൻ ഓപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് വൺ ട്രാൻസിസ്റ്റർ വി ആർ യൂസിങ് ടു ട്രാൻസിസ്റ്റേഴ്സ് ഇൻ പുഷ് പുൾ കോൺഫിഗറേഷൻ. ഇതാണ് ഒരു ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സർക്യൂട്ട് ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർക്യൂട്ട് ഡയഗ്രത്തിന് നല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സർക്യൂട്ട് ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുക. അപ്പം ഈ കാണിച്ചിരിക്കുന്നത് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. കോംപ്ലിമെന്ററി ആംപ്ലിഫയർ സർക്യൂട്ട് ഒക്കെ ഉണ്ട്, അത് വേറെയാണ്. ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പുഷ് പുൾ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് കാണും. ആ ട്രാൻസിസ്റ്റേഴ്സ് രണ്ടും അങ്ങ് ഡ്രോ ചെയ്യുക. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ് രണ്ടും ഡ്രോ ചെയ്യുക. ഇവിടെ എമിറ്റർ ഉണ്ട്, ഇവിടെ എമിറ്റർ ഉണ്ട്, അതങ്ങ് ഗ്രൗണ്ട് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം കളക്ടറിലാണ് നമ്മൾ ഔട്ട്പുട്ട് ഫെഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ കപ്ലിംഗ് കപ്പാസിറ്റർ വരെ നമ്മൾ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടിന്റെയും കളക്ടർ എന്തിലേക്ക് കൊടുക്കുക? ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ട്രാൻസ്ഫോമർ വഴിയാണ് കപ്പിൾ ചെയ്യുന്നത്.
ഇതിന്റെ വി സി സി നമ്മൾ ഇതിന്റെ പ്രൈമറിയിലാണ് വി സി സി സപ്ലൈ ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് നമുക്കറിയാം, നമ്മൾ എപ്പോഴും ബേസിലേക്കാണ് ഫെഡ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, രണ്ടിന്റെയും ബേസിലേക്കാണ് ഫെഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ആണ്, സെന്റർ ട്രാപ്പ് ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെന്റർ ട്രാപ്പിൽ ഇത് ഗ്രൗണ്ട് ചെയ്യുക. പ്രൈമറി സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കും, ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫുൾ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. എന്താ എങ്ങനെ പറഞ്ഞത്, ഫസ്റ്റ് ഒരു ട്രാൻസിസ്റ്റർ Q1 ഡ്രോ ചെയ്യുക, Q2 ഡ്രോ ചെയ്യുക, അതിന്റെ എമിറ്റർ ആയിട്ട് ഗ്രൗണ്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്കറിയാം കളക്ടർ ഉണ്ട്. ഇപ്പം ഇതും കളക്ടറാണ്, ഇതും കളക്ടറാണ്. കളക്ടറിലേക്കാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കപ്പിൾ ചെയ്യുന്നത് കപ്പാസിറ്റർ വരെ ട്രാൻസ്ഫോമർ ആണ്. ഇപ്പൊ പ്രൈമറിയിൽ ഇത് ഔട്ട്പുട്ട് ഇവിടെ നമ്മൾ എടുക്കും. ഇപ്പൊ ഇവിടെ വി സി സി ഇതിന്റെ പ്രൈമറിയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി എന്തേ ഉള്ളൂ, ഇപ്പൊ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ 3 ടെർമിനൽസ് ഉണ്ട്. അതിൽ ഒരു ടെർമിനലിൽ നമ്മൾ എമിറ്ററിനെ ഗ്രൗണ്ട് ചെയ്തു, കളക്ടറിലേക്ക് ഇൻപുട്ട് കൊടുത്തു. പിന്നുള്ള എന്ത് മാത്രമേ ഉള്ളൂ, ബേസ് മാത്രമേ ഉള്ളൂ. ബേസിലേക്ക് നമുക്ക് എന്ത് കൊടുക്കണം, ഇൻപുട്ട് ഫെഡ് ചെയ്യണം. അപ്പം ഇൻപുട്ട് ഫെഡ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആണ്. സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമറിന്റെ ഇത് ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. വളരെ ഈസിയാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഓപ്പറേഷൻ പറയാണ്. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. നെക്സ്റ്റ് ഇതിന്റെ ഓപ്പറേഷൻ. ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഇവിടെ ഇൻപുട്ട് നമ്മൾ ഫെഡ് ചെയ്യും. ഓക്കെ, ഇൻപുട്ട് നമ്മൾ ഇവിടെ ഫെഡ് ചെയ്യും. അപ്പം ഈ ഒരു സെന്റർ ട്രാപ്പ് ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, ആ സെന്റർ ട്രാപ്പ് ട്രാൻസ്ഫോമർ ഈ ഒരു സെക്ഷനിൽ രണ്ട് വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യും. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒരു V1 വേവ് ഫോമും അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു വേവ് ഫോം V2 ഈ ഒരു സെക്ഷനിലും ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഇവിടെ ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ, അതായത് ട്രാൻസിസ്റ്ററിന്റെ Q1 പോർഷനിൽ എന്ത് കിട്ടും, ഇതുപോലെ. ഓക്കെ, നമ്മൾ നോർമൽ സൈൻ വേവ് പോലത്തുള്ള ഒരു വേവ് ഫോം കിട്ടും. അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള വേവ് ഫോം ആയിരിക്കും Q2 ബേസിൽ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഇതൊരു ഫുൾ ഹാഫ് സൈക്കിൾ ആണ്. ഈ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വേവ് ഫോം ആണ് ഈ Q1 വരുന്നത്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ Q1 എന്ത് സ്റ്റേറ്റിലാവും, ഓൺ സ്റ്റേറ്റിലാവും. അപ്പൊ ആ സെയിം സൈഡിൽ ഏതാ വരുന്നത്, ഈ ഒരു സെക്ഷൻ ആണ് Q2 വരുന്നത്. അപ്പൊ നെഗറ്റീവ് ആണ് Q2 വരുന്നത്. അപ്പൊ Q2 എന്താവും, ഓഫ് സ്റ്റേറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇത് പുഷ് ചെയ്യും, ഇത് പുൾ ചെയ്യും. അപ്പൊ അറ്റ് എ ടൈം Q1 ഓൺ ആവുന്ന സമയത്ത് Q2 ഓഫ് ആവും. കാരണം എന്താ, ഈ വേവ് ഫോം ഇതിന്റെ പോസിറ്റീവ് ആണ് ബേസിലേക്ക് വരുന്നത്. അപ്പൊ Q1 ഓൺ ആവും. ആ സെയിം സൈക്കിളിൽ നെഗറ്റീവ് ആണ് വരുന്നത്, Q2 വിൽ ബി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് എന്ത് വരും, ഇവിടെ നെഗറ്റീവ് വരും. നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് Q1 എന്താവും, ഓഫ് സ്റ്റേറ്റ് ആവും. ഇവിടെ എന്ത് വരും, പോസിറ്റീവ് വരും. സോ ഇതെന്താവും, ഓൺ സ്റ്റേറ്റ് ആവും. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. അറ്റ് എ ടൈം ഒരു ട്രാൻസിസ്റ്ററെ ഓൺ ആവത്തുള്ളൂ. കാരണം ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് അങ്ങനെയാണ്. ഒരു സൈക്കിളിൽ ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും, തിരിച്ച് ഇവിടെ പോസിറ്റീവ് വരുമ്പോഴത്തേക്കും നെഗറ്റീവ് വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഈ 360 ഡിഗ്രിയിലും ഔട്ട്പുട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ക്ലാസ് 3 ആംപ്ലിഫയറിനെ ക്ലാസ് 3 പുഷ് പുൾ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ഒക്കെ മാറ്റിയത്. കാരണം ഈ ഫുൾ സൈക്കിളിൽ നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് വരണം. ഓക്കെ, പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസിസ്റ്ററിന് സെപ്പറേറ്റ് ബയസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ഏതിനകത്താണ്, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിന് വി ആർ നോട്ട് ഗിവൺ എനി ബയസിങ് ടു ദ ട്രാൻസിസ്റ്റർ. അപ്പൊ അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ട്രാൻസിസ്റ്റർ ഓൺ ആവണമെങ്കിൽ അതിനകത്ത് ഒരു എന്താണ് കട്ടിൻ വോൾട്ടേജ് ഉണ്ട്. 0.6 വോൾട്ട് എബോവ് ആയെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ. അപ്പം നമ്മള് നമുക്ക് അറിയാം ഇങ്ങനൊരു ഒരു 0.6 കട്ടിൻ വോൾട്ടേജ്, അതിന്റെ ആ ഒരു വോൾട്ടേജിന് ശേഷം മാത്രമേ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ. അപ്പം ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്താന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്, അതായത് ക്ലാസ് ബി പവർ ആംപ്ലിഫയറിന്റെ ലിമിറ്റേഷൻ ആണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ്, ആ വേവ് ഫോം ആണ് ഈ യെല്ലോ കളറിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്കറിയാം ഒരു വി ബി ഇ എന്നുള്ള ഒരു വോൾട്ടേജ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് വി ബി ഇ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ Q1 ഓൺ ആവണമെങ്കിൽ ആ പി വി ബി അല്ലെങ്കിൽ 0.6 വോൾട്ട് ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ ട്രാൻസിസ്റ്റർ ഓൺ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഡോട്ട് ലൈൻ വരച്ചിരിക്കുന്നത് പ്ലസ് വി ബി ഇത് മൈനസ് വി ബി ആണ്. അപ്പം ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞു നമ്മൾ ഈ ഒരു വേവ് ഫോം കൊടുക്കുമ്പോഴത്തേക്ക് ഇൻപുട്ട് സൈഡിൽ ഇങ്ങനെ ഒരു വേവ് ഫോം ആണ് വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു ബേസിൽ ഈ ഇതുപോലത്തെ വേവ് ഫോം ആണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ബയസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ട്രാൻസിസ്റ്ററിന്റെ ബയസിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ സിഗ്നൽ വരുമ്പോഴത്തേക്ക് ഈ ഈ പ്ലസ് വി ബി ഉണ്ടല്ലോ, ഈ ലൈൻ വരച്ചിരിക്കുന്ന, ഓക്കെ, അത് ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ലൈനിൽ നിന്നാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നത്. അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴും ഒരു മൈനസ് വി ബി ഉണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് നമ്മളിങ്ങനെ ഡോട്ട് ലൈൻ വരച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ തൊട്ടുള്ള ആ ഒരു ബാരിയർ കഴിഞ്ഞെങ്കിലും നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിലും ഈ മൈനസ് വി ബി എന്നുള്ള കട്ടിൻ വോൾട്ടേജിന് ശേഷമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ 360 ഡിഗ്രിയിൽ ഔട്ട്പുട്ട് കിട്ടുമെങ്കിലും ഇതാണ് സീറോ ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ സീറോ ക്രോസിംഗ് പോയിന്റ്സിൽ ഇതുപോലെ എന്ത് കാണും, ഡിസ്റ്റോർഷൻസ് കാണും. ആ ഡിസ്റ്റോർഷനെയാണ് നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിസ്റ്റോർഷൻ എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസിനാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ സീറോ ക്രോസിങ്സ്, ഇതാണ് സീറോ ക്രോസിംഗ് പോയിന്റ്. അപ്പോൾ സീറോ ക്രോസിങ്സിൽ എന്ത് കാണത്തില്ല, ഔട്ട്പുട്ട് വേവ് ഫോം കാണില്ല. അപ്പം ഒറിജിനൽ സിഗ്നലിൽ നിന്ന് എന്തായിരിക്കും, ആ സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷനെയാണ് നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അത് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൽ കാണുന്ന ഒരു ലിമിറ്റേഷൻ ആണ് ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ ഈ വേവ് ഫോമിനകത്ത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം Q1 ഓൺ ആവും. അപ്പം കിട്ടുന്ന വേവ് ഫോം ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് Q1 കണ്ടക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി Q2 എന്തായിരിക്കും, ഈ ഇത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി Q2 എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു വേവ് ഫോം വരയ്ക്കുമ്പോഴത്തേക്ക് ഈ സെക്ഷൻ മാർക്ക് ചെയ്യുമ്പം Q1 കണ്ടക്ടിങ്, Q2 ഓഫ്. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനോ നോക്കിക്കേ, അത് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് സൈക്കിൾ ആണ്. സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ എന്താ Q1 ഓഫ് ആണ്, Q2 ഓൺ ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, Q1 ഓഫ്, Q2 കണ്ടക്ടിങ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വേവ് ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ചോദിക്കുമ്പം ഈ ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ചോദിക്കുമ്പോഴത്തേക്ക് ഈ വേവ് ഫോം വരയ്ക്കുക. അതുപോലെ അതിനകത്ത് എല്ലാ മാർക്കിങ്സും കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ ആ കട്ടിൻ വോൾട്ടേജിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് 360 ഡിഗ്രി ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുമെങ്കിലും സീറോ ക്രോസിങ്സിൽ എന്ത് കാണത്തില്ല, നോ ഔട്ട്പുട്ട്. സോ ആ ഡിസ്റ്റോർഷന് നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയും. ഓക്കെ, ഡിസ്റ്റോർഷൻ ഇൻ ഔട്ട്പുട്ട് വേവ് ഫോം ഈസ് റിപ്പോർട്ട് ടു ആസ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ഇതിനകത്ത് ഈ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷന് നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്നാണ് പറയുന്നത്. സിൻസ് ദ ട്രാൻസിസ്റ്റേഴ്സ് ആർ ബയസ്ഡ് ടു കട്ട് ഓഫ്, no current will flow through the load till the amplitude of the signal exceeds cut-in voltage. നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഇതിന്റെ കേസിൽ ട്രാൻസിസ്റ്ററിന് ബയസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തായിരിക്കും, നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ലോഡ് അണ്ടിൽ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ റീച്ചസ് കട്ടിൻ വോൾട്ടേജ്. അപ്പൊ ഈ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കട്ടിൻ വോൾട്ടേജിന് കവർ ചെയ്യുമ്പം മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, എക്സീഡ്സ് കട്ടിൻ വോൾട്ടേജ്, വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, it means that amplifier cannot reproduce or amplify the input signal at the crossing points. അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസിംഗ് പോയിന്റ്സിൽ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിന്റെ കേസിൽ the amplifier cannot reproduce the amplified input signal at the zero crossing point. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്ത് കാണത്തില്ല, ഔട്ട്പുട്ട് കാണത്തില്ല. സോ ദാറ്റ് ഡിസ്റ്റോർഷൻ ഈസ് റിഫേർഡ് ടു ആസ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എപ്പോഴും ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, വാട്ട് യു മീൻ ബൈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ മാർക്ക് അനുസരിച്ചിട്ട്
ഓക്കെ, പുഷ് പുൾ ആംപ്ലിഫയറിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം അതിനകത്ത് ഈ പുഷും പുള്ളും ഓപ്പറേഷൻസ് പറയണം. അതുപോലെ ബയസിംഗ് ഒന്നുമില്ല. കട്ടിൻ വോൾട്ടേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ട്രാൻസിസ്റ്ററും ഓൺ ആവത്തുള്ളൂ. അപ്പം നമ്മൾ രണ്ട് സൈക്കിളും കൂടെ എടുക്കുമ്പോഴത്തേക്ക് എന്ത് കാണും, ഈ സീറോ ക്രോസിംഗിൽ എന്ത് കാണത്തില്ല, നമുക്ക് ഔട്ട്പുട്ട് കാണത്തില്ല. ഓക്കെ, ഇങ്ങനെ സീറോ ക്രോസിംഗ്സിൽ. അപ്പോൾ ഈ സീറോ ക്രോസിംഗിൽ വരുന്ന ഡിസ്റ്റോർഷനെയാണ് നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വേവ് ഫോം നീറ്റായിട്ട് വരയ്ക്കുക. ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൗ ടു എലിമിനേറ്റ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഇൻ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ. എങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്രോസ് ഓവർ ഡിസ്ട്രിബ്യൂഷൻ വരാനുള്ള മെയിൻ റീസൺ എന്തായിരുന്നു, നമ്മൾ ഇവിടെ ട്രാൻസിസ്റ്ററിനെ കട്ട് ഓഫിലാണ് എന്തിരിക്കുന്നത്, ബയസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കട്ടിൻ വോൾട്ടേജിനെ ഓവർകം ചെയ്യാനുള്ള ബയസിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്തില്ല. അപ്പം ആ ഇൻപുട്ട് ആ പർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം, കട്ടിൻ വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം ഔട്ട്പുട്ട് എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ വന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബയസിംഗ് ദ ട്രാൻസിസ്റ്റർ at just more than 0.6 cut in, so that during the entire positive half cycle of NPN transistor കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ NPN ഉം PNP യും പറഞ്ഞത് കോംപ്ലിമെന്ററി ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പം ജസ്റ്റ് ഇത്രയും ഓർത്താൽ മതി. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലാസ് AB പുഷ് പുൾ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ആ 0.6 വോൾട്ട് എന്നുള്ള കട്ടിൻ വോൾട്ടേജിന് ഓവർകം ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിരിക്കും, ആ ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്തിരിക്കും. അപ്പൊ അവിടെ ആ ക്രോസ് ഓവർ സമയത്ത് എന്തായിരിക്കത്തില്ല, രണ്ടും ഓഫ് ആയിരിക്കുന്ന ഒരു സ്റ്റേജ് വരത്തില്ല. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ്, ക്രോസ് ഓവർ പോയിന്റുള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, Q1 ഓഫ് ആയിരിക്കും, അതുപോലെ Q2 ഓഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് ഒന്നും കിട്ടാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനാണെങ്കിൽ ഓൾറെഡി ഈ 0.7 മുകളിലേക്ക് നമ്മൾ ബയസ് ചെയ്യും. അപ്പോൾ ഈ സർക്യൂട്ട് നോക്കിയാൽ മതി. അതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ R2 R1 R2 വെച്ചിട്ട് നമ്മളൊരു എക്സ്ട്രാ ബയസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. എന്ത് വരയ്ക്കുക, ആദ്യം ഒരു Q1 വരയ്ക്കുക, Q2 വരയ്ക്കുക. പുഷ് പുൾ ആണ്. അപ്പോൾ പുഷ് പുള്ളാകുമ്പോൾ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് വരും. അത് നമ്മൾ എമിറ്റർ ഗ്രൗണ്ട് ചെയ്തു, കളക്ടറിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ഒരു ട്രാൻസ്ഫോമർ വഴി കപ്പിൾ ചെയ്ത് ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ VCC പ്രൈമറിലേക്ക് കൊടുത്തു. പിന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് സർക്യൂട്ട് വന്ന്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ 0.6 വോൾട്ടിന് ബയസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർക്യൂട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്ന R1 R2 എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ക്ലാസ് AB എന്ന് പറയുമ്പോഴത്തേക്കും അത് മോർ ദാൻ ഹാഫ് സൈക്കിൾ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ അതിനകത്ത് വരുന്ന കണ്ടക്ഷൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ദാൻ ഫുൾ സൈക്കിൾ, മോർ ദാൻ 180, ലെസ് ദാൻ ഫുൾ സൈക്കിളും ആയിരുന്നു വരുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ക്ലാസ് AB ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ DC ലോഡ് ലൈൻ വരുമ്പോഴത്തേക്ക് Q പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ കേസിൽ സെൻട്രലിൽ, ബിയുടെ കേസിൽ കട്ടിനിൽ, ഇപ്പൊ ബിന്റെ അടുത്തോട്ടുള്ള ഒരു പോയിന്റ് ആണ് Q പോയിന്റ് വരുന്നത്. എന്തിന്റെ കേസിൽ, ക്ലാസ് ABയുടെ കേസിൽ. അപ്പം ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഓവർകം ചെയ്യുന്ന സർക്യൂട്ട് ആണ് ക്ലാസ് AB പുഷ് പുൾ ആംപ്ലിഫയർ. അപ്പോൾ അതിൽ ഇതിന്റെ ലിമിറ്റേഷൻ ഓർത്താൽ മതി. ഇവിടെ ഇങ്ങനൊരു സീറോ ഔട്ട്പുട്ട് വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബയസ് കട്ട് ഓഫ് ആണ്. അപ്പം ഈ ഒരു സർക്യൂട്ടിന്റെ കേസിൽ എന്ത് വരും, ഡ്യൂറിങ് ദ ട്രാൻസിസ്റ്റർ ഇറ്റ് ഈസ് ജസ്റ്റ് മോർ ദാൻ 0.6 വോൾട്ട്. ഓക്കെ, അത് ബയസ് ചെയ്യും. മോർ ദാൻ 6 വോൾട്ട് വെച്ചിട്ട് രണ്ടും നമ്മൾ ബയസ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യത്തില്ല, ഈ ക്രോസിംഗ് പോയിന്റിൽ Q1 ഉം Q2 ഓഫ് വരുന്നൊരു സ്റ്റേജ് വരത്തില്ല. നമുക്ക് ഡിസ്റ്റോർഷൻ ആയിട്ടുള്ള ഔട്ട്പുട്ട്, ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. ഇതിന്റെ കേസിൽ ഈ ക്ലാസ് AB പുഷ് പുൾ ആംപ്ലിഫയർ. ഓക്കെ, ഇപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു എലിമിനേറ്റ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഇൻ ക്ലാസ് B ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് AB പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്യും. പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടാണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാൻസിസ്റ്റർ Q1 Q2 നമ്മൾ ഓൾറെഡി ബയസ്ഡ് അബൌവ് ദ കട്ട് ഓഫ്, 0.6 മേളിലായി കട്ട് ഓഫ് വരുന്നത്. അപ്പം ഈ സീറോ ക്രോസിംഗിൽ Q1 Q2 ഓഫ് വരുന്ന കേസ് വരത്തില്ല. ഒരു Q1 അങ്ങോട്ട് ഓൺ ആയി ഓഫ് ആവുന്ന അതേ ടൈമിൽ എന്ത് ചെയ്യും, ആ കട്ടിൻ വോൾട്ടേജിൽ ബയസ് വെച്ചിരുന്നോണ്ട് Q2 ഓൺ ആവും. നമുക്ക്
ആ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എ ബി ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രവും എൻ്റെ എക്സ്പ്ലനേഷനും എൻ്റെ വേവ് ഫോമും എക്സ്പ്ലെയിൻ ചെയ്തു. വേവ് ഫോമിനകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്നുള്ളത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്തു. പിന്നെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതിന് സർക്യൂട്ടാണ് ക്ലാസ് എ ബി പുഷ് പുൾ ആംപ്ലിഫയർ. അവിടെ ഇവിടെ എക്സ്ട്രാ ഒരു ബയസിങ് സർക്യൂട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം ആ ക്ലോസിംഗ് പോയിന്റിൽ Q1 Q2 ഓഫ് എന്നുള്ളത് മാറി Q1 എപ്പോഴാണോ ഓഫ് ആവുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ട് Q2 ഓൺ ആയി 360 ഡിഗ്രി ഡിസ്റ്റോർഷൻലെസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 5 പുഷ് പുൾ ആംപ്ലിഫയറിൽ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ്റെ എക്സ്പ്ലനേഷന്. ഓൾറെഡി നമ്മൾ നമ്മൾ പവർ ആംപ്ലിഫയറിൻ്റെ ക്ലാസിഫിക്കേഷന്, അതുപോലെ അതിൻ്റെ ബേസിക്സ്, അതിൻ്റെ കണ്ടക്ഷൻ ആംഗിളിനെ കുറിച്ച്, ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അതുപോലെ അതിൻ്റെ കമ്പാരിസൺ ബേസ്ഡ് ഓൺ എഫിഷ്യൻസി ആൻഡ് ഡിസ്റ്റോർഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ക്ലാസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 സർക്യൂട്ട് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്തു. ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറും അതുപോലെ ക്ലാസ് എ ബി പുഷ് പുൾ ആംപ്ലിഫയറും അതുപോലെ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിന്റെ ലിമിറ്റേഷൻസ് ആയ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും, അത് ക്ലാസ് എ ബി പുഷ് പുൾ ആംപ്ലിഫയർ വെച്ച് നമുക്ക് ഓവർകം ചെയ്യും. ഓക്കെ, മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ പവർ ആംപ്ലിഫയർ. അതിനകത്ത് ഓൾറെഡി മൊഡ്യൂൾ 1, 2ന്റെ എക്സാം ഓറിയന്റഡ് വീഡിയോസ് അപ്ലോഡഡ് ആണ്. മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.